ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഇന്ന് നമുക്ക് ഞാൻ മുടിയൊക്കെ വളർത്താൻ പോവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേ ആ മുടി വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു സംഭവമായിട്ടാണ് ഇന്നും വന്നത്. യൂട്യൂബ് അങ്ങോട്ട് തുറന്നാലും കൂടെ ചേച്ചിമാർ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയ, കുശുമ്പ് ഇതൊക്കെ ഉണ്ടാവും. മരുന്നില്ലെന്നറിയാം, എന്നാലും ഇത്തിരി അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട്. എന്നെ പോലുള്ള പിള്ളേർക്ക് കേട്ടോ. മുടിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കുശുമ്പൊക്കെ കേട്ടോ. അതൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് കുളിച്ചിട്ട് വരട്ടെ, പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കി എന്താ മുടി ഇങ്ങനെയൊക്കെ ആയി കേട്ടോ. അതിൻ്റെ കഴിഞ്ഞ് നമ്മുടെ തലമുടിയൊക്കെ കഴുകിയിട്ട് വന്നാൽ ഞാൻ അപ്പോഴും ഇൻട്രോ എടുത്ത് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരാണ് ഒരു വണ്ടി. അപ്പോഴും നമുക്ക് നമ്മുടെ ഈ കമൻറ്റ് തരുന്ന അതൊക്കെ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാം. ആ കമൻറ്റിൽ കൂടെയാണ് പിറ്റേന്ന് നമ്മൾ മടിച്ചിരിക്കും. ഇനിയിപ്പം വീഡിയോ ഒന്നും എടുക്കുന്നില്ല, എനിക്ക് മടി, ആരും കാണാനില്ലെന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും പ്രോത്സാഹനമായിട്ട് വരുന്നത് ആരാ? ഈ കമൻറ്റ് തരുന്ന ചേച്ചിമാർ, ചേട്ടന്മാർ, അനിയന്മാർ, അനിയത്തിമാർ, പിന്നെ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെക്കാട്ടിൽ ഒത്തിരി പ്രായമുള്ള നമ്മുടെ അമ്മമാർ, അവരുടെയൊക്കെ കമൻറ്റ് നമുക്ക് കിട്ടുന്നത് വഴിയാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെ സന്തോഷം, ഉത്സാഹം ഒക്കെ തോന്നുന്നത്. പക്ഷെ ഒരാൾ വന്ന് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ്, അതും ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ എന്താ സന്തോഷമാണോ സങ്കടമാണോ വരുന്നത്? എനിക്ക് അപ്പോഴും ആ വീഡിയോ എടുത്ത് ഞാൻ അതൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു കമൻറ്റ് പെട്ടെന്ന് ഞാൻ വായിച്ചു. എനിക്ക് ഭയങ്കര അപ്പോഴേ പിന്നെ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി കേട്ടോ. അപ്പോഴെന്നാലും എൻ്റെ മക്കൾ, എൻ്റെ അണ്ണൻ, ഇവരൊക്കെ എനിക്ക് സപ്പോർട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കത്തില്ല. ഈ രാമൻകുട്ടി തളരത്തില്ല കേട്ടോ. അപ്പോഴേ കമൻറ്റ് ഇതായിരുന്നു, നിങ്ങൾക്ക് വട്ടാണോ? അപ്പോഴേ എനിക്ക് വട്ടില്ല കേട്ടോ. ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് അങ്ങനൊരു ആപത്ത് എനിക്ക് തമ്പുരാൻ തന്നിട്ടില്ല കേട്ടോ. മക്കളെ ആരായാലും എനിക്ക് ദൈവം തമ്പുരാൻ ഇതുവരെ അങ്ങനൊരു അസുഖം തന്നിട്ടില്ല. അങ്ങനെ വന്നവർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരെയൊക്കെ എന്താ നമ്മൾ പരിചരിക്കുന്നവർക്കും അറിയാം ഒരു അസുഖത്തിൻ്റെ ഇതെന്താണെന്ന് കേട്ടോ. എനിക്ക് ആ കമൻറ്റ് ഇട്ട വ്യക്തിക്ക് എന്തായാലും തമ്പുരാനെ നിങ്ങൾക്കൊരാപത്തും വരുത്തത്തില്ല, നിങ്ങൾക്ക് നല്ലത് മാത്രമേ തമ്പുരാൻ തരത്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നത് വഴി നിനക്ക് അങ്ങനെ വരണേന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. ഈ നിമിഷം വരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ എൻ്റെ സഹജീവികൾക്ക് ഒരാപത്തും വരുത്താതെ ഇരിക്കണേ തമ്പുരാനെ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പള്ളി നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം വചനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും തിരിച്ചൊന്നും പറയാൻ എനിക്ക് തോന്നത്തില്ല കേട്ടോ. തന്ന വ്യക്തിക്ക് എന്തായാലും തമ്പുരാൻ നിങ്ങൾക്ക് നല്ലത് മാത്രം വരുത്തട്ടെ. ആരെയും നമ്മൾ ദ്രോഹിക്കാതെ ഇരിക്കണം കേട്ടോ. ആരെയാണേലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് ആരെയും വിഷമിപ്പിക്കാതെ, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വിഷമിപ്പിക്കാതെ ഇരിക്കണം കേട്ടോ. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ തമ്പുരാൻ തരുന്നത് നമ്മൾ കൈ നീട്ടി സ്വീകരിക്കും. അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും തമ്പുരാൻ എന്ത് തന്നെയാണെങ്കിലും അത് കൈ നീട്ടി സ്വീകരിക്കും. ആർക്കുമില്ല എന്താ സുഖവും ദുഃഖവും എല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ കാണും അല്ലേ. ഒരു തകർച്ചയും ഉയർച്ചയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കാണും. ആരും അറിഞ്ഞുകൊണ്ട് ചെന്ന് ആരെയും അല്ലെങ്കിൽ നീ ഇങ്ങനെ ആയിപ്പോ, നീ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ വരാവൂ, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ വരും എന്നാരെങ്കിലും, എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ചെന്ന് അങ്ങനെയൊന്നും നിനക്ക് ഇങ്ങനെ ഇല്ല ശാപവാക്കുകൾ പോലെ നമ്മളാരും അങ്ങനെ പറയാൻ പോകുന്നില്ല കേട്ടോ. ഏത് വ്യക്തിയാണ് എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കറിയത്തില്ല. അത് എന്താണ് അങ്ങനെ തോന്നിയതിന് കാരണമെന്ന് എനിക്കറിയത്തില്ല. ദയവ് ചെയ്ത് എന്നെ കണ്ടില്ലേലും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തില്ലേലും കേട്ടോ, എനിക്ക് അങ്ങനെയൊന്നും
അങ്ങനെ ഉള്ള ഇതൊന്നും എനിക്ക് വേണ്ട, കമൻറ്റ് എനിക്ക് അങ്ങനെ വേണ്ട കേട്ടോ. എന്തായാലും ഇങ്ങനെ നമുക്ക് എന്തായാലും ഇതേപോലെ വീഡിയോ ചെയ്യുന്നവർക്ക് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ നമുക്ക് കിട്ടും. അതിന് നമ്മൾ ആൻസർ കൊടുത്തേ പറ്റത്തുള്ളൂ. കമൻറ്റൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നല്ല നല്ല കമൻറ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആരും വരാതെ ഇരിക്കുക, എങ്ങും ആർക്കും ചെന്ന് ഇങ്ങനെയുള്ള വിഷമം പിടിച്ച കമൻറ്റുകൾ ഒന്നും കൊടുക്കാതെ ഇരിക്കുക കേട്ടോ. ദൈവം നമുക്ക് എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത് അത് ദൈവം നമുക്ക് നേരിട്ട് തരാം. ഒരാൾ വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് വരണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ തമ്പുരാനെ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒപ്പം കൂടെ കാണുമെന്ന് ഏത് തകർച്ചയിലാണെങ്കിലും തമ്പുരാന് ഞങ്ങൾക്ക് കാവലായിട്ട് നിൽപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. വിഷമിപ്പിക്കാനായിട്ട് ആരും വന്നിരിക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പോലും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയെ പോലും നമ്മുടെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താത്തത് പോലും. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അതേ ഉള്ളൂ കേട്ടോ. ഒരു വോയിസ് പോലും ഞാൻ പിന്നെ എൻ്റെ എല്ലാം എന്ന് പറയുന്ന പുള്ളിക്കാരൻ പിന്നെ അങ്ങനെയുള്ള ഒരു സന്തോഷമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരു അറിഞ്ഞുകൊണ്ട് പോലും ഒരാളുടെ വോയിസ് പോലും ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഇടാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിന് എഴുതണം കേട്ടോ. അങ്ങനെ അപ്പോഴാരെയും ദ്രോഹിക്കാനായിട്ട് എങ്ങും എൻ്റെ അടുത്തും നല്ല ആരെയും ദ്രോഹിക്കാനായിട്ട് ചെല്ലല്ലേ പ്ലീസ്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇത് പെട്ടെന്ന് ഇതാവും. ഞാനപ്പോഴാ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ മക്കളുടെ അടുത്താണ് ഓടി ചെന്നത്. എന്തായാലും ഞാൻ എൻ്റെ അണ്ണൻ്റെ അടുത്ത് എൻ്റെ മക്കളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ കമൻറ്റ് ഞാൻ നോക്കും, മക്കളെ ഇങ്ങനെ കമൻറ്റ് വന്നു, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? അവർക്കറിയാം അവരുടെ അമ്മ എങ്ങനെയാണെന്നും എൻ്റെ അണ്ണൻ്റെ ഭാര്യ എങ്ങനെയാണെന്നും ഒക്കെ അവർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോഴേ ഇങ്ങനെ തന്നെയാണ് ഞാൻ കുഞ്ഞുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം കൊഞ്ഞിലാണോ എന്ന് എനിക്കറിയത്തില്ല. തമ്പുരാൻ എനിക്ക് ശബ്ദം തന്നു, ആ ശബ്ദം തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഉള്ളവർ, അത് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രം എനിക്ക് കമൻറ്റും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ മതി കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ യൂട്യൂബിൽ ഒരുപാട് നമുക്ക് കൂട്ടുകാരുണ്ട്. അപ്പോഴേ നിങ്ങളുടെയൊക്കെ അഭിപ്രായം, എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സത്യം നമുക്കത് വിഷമം വരും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മളോട് ഒരാൾ പറയുമ്പോൾ മാനസികമായിട്ട് നമ്മളെ തളർത്താൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു വൈരാഗ്യമുള്ളവരായിരിക്കും ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സുഖത്തിന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. അപ്പോൾ കഴിഞ്ഞോ നമ്മുടെ അപ്പുറത്തെ പാസ്റ്ററൊക്കെ പ്രാർത്ഥന കഴിഞ്ഞോന്ന് ഞാൻ ചോദിച്ചത്. കാണുമ്പോൾ സന്തോഷമുള്ളൂ നമുക്ക് എല്ലാവരോടും കേട്ടോ. അപ്പോഴും വീഡിയോ എടുക്കുന്നത് ഇപ്പോഴാണ് കണ്ടത്. നമ്മൾ വർത്താനം പറയും ഇതേ ഉള്ളൂ കേട്ടോ. നമ്മളൊന്നും കൊടുത്തും വാങ്ങിച്ചും കൊണ്ട് അതല്ല, നമ്മളെ ഒന്ന് കാണുമ്പോൾ ഒന്ന് സന്തോഷമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ സന്തോഷം എന്നറിയത്തില്ല. അപ്പോഴെന്താ പറഞ്ഞു വന്നത് മറന്നുപോയി അവിടെ സംസാരിച്ചപ്പോൾ. എന്താണെന്ന് ഓർക്കുന്നില്ല, പെട്ടെന്ന് മറന്നു. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ സാരമില്ല. ആരെയും നമ്മൾ വിഷമിപ്പിക്കാതെ ഇരിക്കും. നിങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോഴും നിങ്ങൾ കാണുന്ന ഈ സുപ്പുന് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴെന്തായാലും എനിക്ക് തമ്പുരാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ആപത്തുകളും തന്നിട്ടില്ല. ഇനിയും അങ്ങനെയൊന്നും എനിക്കെന്നല്ല ആർക്കും അങ്ങനെയൊന്നും ആവാതെ ഇരിക്കട്ടെ. നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ രോഗാവസ്ഥയിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. അപ്പോഴാർക്കും നമ്മളെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ആപത്തുകളൊന്നും കൊടുക്കാതെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ കേട്ടെ. അപ്പോൾ എല്ലാവർക്കും തമ്പുരാനെ നല്ലത് മാത്രം വരുത്തട്ടെ. എനിക്ക് ഭയങ്കര സങ്കടമായതുകൊണ്ടാട്ടോ. അപ്പോഴും എനിക്ക് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. എനിക്കറിയത്തില്ല, എനിക്ക് ചിലതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാൻ കുളിച്ചൊക്കെ ഇതായപ്പോൾ എനിക്ക് ഇത്തിരി ഒരു മക്കളുണ്ടല്ലോ, അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമിക്കേണ്ട, അമ്മ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ കാണുന്ന എൻ്റെ കൂട്ടുകാരെ പറഞ്ഞോളൂ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ പോകട്ടെ. അന്ന രീതിയിൽ നല്ല ഉഷാറായിട്ട് ഞാൻ അപ്പോഴാ വീഡിയോ ചെയ്തത് കേട്ടോ.
കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിനുണ്ടാവുമെന്ന വിശ്വാസത്തോടെ വീണ്ടും നാളെ ഞാൻ വീഡിയോ ഇടും കേട്ടോ. എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നാളെയും ഞാൻ വരും. വീഡിയോ തീർന്നില്ല, വീഡിയോ ഇനി കിടക്കുന്നേ ഉള്ളൂ. എന്നാലും കേട്ടോ, നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഞാനേ എൻ്റെ മുടിയൊക്കെ എന്തായാലും വളർത്താൻ തീരുമാനിച്ചു. പക്ഷേ ഇത് ചെയ്തിട്ട് വേണമായിരുന്നു ആദ്യം മുതൽ തുടങ്ങേണ്ടത് കേട്ടോ. കുഴപ്പമില്ല, സാരമില്ല. അങ്ങനെ ഞാൻ ഇന്നലെ ഒരിടത്ത് വരെ പോയപ്പം കേട്ടോ, വാങ്ങിക്കാനായിട്ടൊന്നും പോയതല്ല, പക്ഷെ അപ്പോഴും കണ്ട് അങ്ങനെ വാങ്ങിച്ചത്. അപ്പോഴും യൂട്യൂബ് തുറന്നാൽ നമ്മുടെ ചേച്ചിമാർ ഇത് കൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കൊന്ന് നോക്കിക്കൂടാ, എൻ്റെ മുടി വളർച്ചയ്ക്കും ഇതൊക്കെ നല്ലതാണെന്ന് എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയില്ല നേരത്തെ. അപ്പോഴും ഞാനും വിചാരിച്ചു എന്തായാലും നമ്മൾ കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങി, എന്തായാലും ഇനി നമുക്ക് കുളിച്ച് കയറിയല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കുളിച്ചില്ല, കുളിക്കുന്നതിന് മുന്നേ നമുക്കിത് നമ്മുടെ തലയിലൊക്കെ ഒന്ന് മുടിയിലല്ലെന്നാണ് പറയുന്നത് കേട്ടോ, മുടിയിലല്ല, നമ്മുടെ ഈ തലയോട്ടിയിലൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് രാവിലെ കുളിക്കാൻ പോകും. യൂട്യൂബ് അമ്മാവൻ പറഞ്ഞേക്കുന്നത് കുളിക്കാതെ നനയ്ക്കാതെ യൂട്യൂബിൻ്റെ മുന്നിലോട്ട് കയറി വന്നേക്കരുതെന്ന്. അമ്മാവ എന്നോട് ക്ഷമിക്കണേ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് കേട്ടോ. അപ്പോഴും നമുക്കിത് ചെയ്യാൻ വേണ്ടി ഇന്ന് കുളിക്കാതെയും നനയ്ക്കാതെയും വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തുമ്പം കുളിച്ചിട്ട് വന്നത് നമുക്ക് ദേഷ്യം വരത്തില്ല രാവിലെ. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ചെയ്തിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് അപ്പോഴും നമുക്ക് പരിപാടി തുടങ്ങിയാലോ. അപ്പോഴും സംഭവം കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ റോസ്മേരി ചേച്ചി ഇന്നലെ കിട്ടി എനിക്ക് കേട്ടോ. ഇത് വാങ്ങിക്കാനായിട്ടൊന്നും പോയതല്ല, ചുമ്മാതെ മക്കളെ ഇവിടെ എത്തിയിട്ട് ഞാനും നമ്മുടെ പപ്പയും കൂടെ ഒന്ന് കറങ്ങാൻ പോയി. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് അറിയാം ആളിന്. അപ്പോഴെ എന്നോട് ചോദിച്ചു നീ വരുന്നുണ്ടോ. ഞാൻ പിന്നെ നമ്മൾ വിളിക്കേണ്ട താമസം ഒരുങ്ങി കെട്ടി പോവല്ലോ. അപ്പോഴങ്ങനെ ഒരുങ്ങി കെട്ടി പോയി ഒരു 2-3 ഐറ്റം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇത് കണ്ണിൽപ്പെട്ടത്. പക്ഷേ ആദ്യം ഞാൻ കണ്ടത് ഇതിൻ്റെ മറ്റേ സ്പ്രേ ആട്ടോ. അപ്പോഴും ഞാൻ അത് നമ്മൾ ഇതും ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഇതും ആദ്യമായിട്ട് കാണും. ഒത്തിരി കമ്പും കൊളിയും ഇതൊക്കെ എന്തുവാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പിള്ളേർ നമ്മളിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും കമ്പ് പോലെ ഒരു മണവും ഉണ്ട്. എന്തായാലും ഞാനും വാങ്ങിച്ചു. അപ്പോഴും ഞാൻ ചോദിച്ചു ഇതെന്തോ. അപ്പോഴും നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ കാണുമ്പോൾ ഞാൻ വായിച്ചു ഇതാണോ ആ സംഭവം. അന്നേരം പറഞ്ഞു, ആ പയ്യൻ പറഞ്ഞു ഇതാ ചേച്ചി അതാ. ഞാൻ പറഞ്ഞു അയ്യോ ഇതിങ്ങനെ ഒരുപാട് യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ ചേച്ചിമാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ആ സ്പ്രേ വേണ്ട, ഇതാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. മറ്റേ സ്പ്രേ എനിക്കറിയത്തില്ല, നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ട് പോലും ഇല്ല. ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു മണമുണ്ട് കേട്ടോ, എന്താണെന്നറിയത്തില്ല. ഇതിൻ്റെ ചെടിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു, ചെറിയ ഇതുമാതിരിയുള്ള ചെടി നട്ടാൽ കിളിക്കുമെന്നൊക്കെ പറയും. എന്തായാലും നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ച പാക്കറ്റിന് 60 രൂപയായിരുന്നു. റോസ്മേരി ചേച്ചിയുടെ ഒരു പാക്കറ്റിന് കേട്ടോ 60 രൂപയായിരുന്നു. അപ്പോഴെന്തായാലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനും ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോഴും നമ്മുടെ മുടി വളർച്ചയ്ക്കും ഈ താരനും ഒക്കെ മാറാൻ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മുടെ ചേച്ചിമാർ കേട്ടോ. തലയോട്ടിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത്. മുടി കൊഴിച്ചിലൊക്കെ മാറും. ഇപ്പം നേരത്തെ വ്യത്യാസമായിട്ട് എനിക്ക് അത്ര മുടി കൊഴിച്ചിലില്ല. ഞാൻ പറഞ്ഞില്ല മറ്റേ അങ്ങ് ഊരി ഉള്ളത് മൊത്തം ഊരി പോവായിരുന്നു കേട്ടോ. ഇപ്പം ഇച്ചിരി കുറവുണ്ട്. നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത്തിരി കുറവുണ്ട്. അപ്പോഴും നമുക്ക് സംഭവം തുടങ്ങാം. ഒരു സമയമായ എനിക്ക് കുളിച്ചിട്ട് ഇഷ്ടംപോലെ പണിയുണ്ട് കേട്ടോ. അപ്പോഴും നമുക്ക് ആദ്യം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മുടിയിലേക്ക് എത്ര ആവശ്യം ഓരോരുത്തരും ഓരോ കണക്കുകളാണ് പറയുന്നത്. എൻ്റെ ഈ കുഞ്ഞാൻ തലയ്ക്കകത്ത് ഇത്തിരി വെള്ളമൊക്കെ മതി. അത് നന്നായിട്ട് തിളച്ച് പറ്റിക്കണം കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ ആ സംഭവം ഇതിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങണം. അതുമാതിരി നമ്മൾ വെള്ളം എടുക്കണം. അപ്പോഴ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം വല്ല പനിയോ വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അണ്ണൻ എന്നെ ഓടിച്ചിട്ട് അടിക്കും. അപ്പോഴും കുറച്ച് പനിക്കൂർക്കയിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പനിക്കൂർക്കയില ചിലപ്പം പനി പിടിച്ച് ഞാൻ കിടന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും എന്നെ വന്ന് നോക്കുമോ? എന്നെ സൂചി കുത്താൻ കൊണ്ടുപോകുമോ? ഇല്ല. അപ്പോൾ ഞാനൊരു മുൻകരുതലിനായിട്ട് ഇത് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് തുടങ്ങി നമ്മുടെ വെള്ളം ചൂന്നും പറഞ്ഞ് തിളയ്ക്കും ഇതിനകത്താകുമ്പോൾ. അപ്പോഴേ നമുക്ക് ഇത് 1 സ്പൂൺ എടുക്കാം കേട്ടോ. ഇത് 1 സ്പൂണ്. അങ്ങനെ നമ്മുടെ റോസി ചേച്ചി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും തന്നെ അളവില് ഉലുവ.
ഉലുവായൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാട്ടോ. അവിടെ ഇത് ഒരു സ്പൂണ് കരിഞ്ജീരകം എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ, അവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പോഴെന്തേ ഞാൻ പനിക്കൂർക്കയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പനിക്കൂർക്കയില ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ. അപ്പോഴേ നമുക്കൊരു 2 or 3 തണ്ട് കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ജീരകം എടുത്തോണ്ട് വരട്ടെ, ഞാൻ അപ്പുറത്ത് എടുത്ത് വെച്ചേക്കും. കരിഞ്ജീരകമൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇരിപ്പുണ്ട്. അപ്പോഴേ അതും നമുക്ക് 1 സ്പൂണ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓണാണല്ലോ, കുത്തിയിട്ട് നോക്കിയില്ല ഓണാണെന്ന്. അപ്പോഴ് ഇത്രയും കൂടെ അങ്ങോട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ. തിളച്ച് അതിൻ്റെ ആ എല്ലാത്തിൻ്റെ സത്ത് ഇറങ്ങണ്ടേ. അപ്പോഴാ സത്ത് ഇറങ്ങിട്ടെ കേട്ടോ. അടുത്ത് വെച്ച് കാണിക്കാൻ ഒക്കത്തില്ല അതിൻ്റെ, നമുക്ക് പിന്നെ അവസാനം കാണാൻ കേട്ടോ. അപ്പോഴെന്തായാലും നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴേ നമ്മുടെ ചേച്ചിമാരൊക്കെ പറഞ്ഞു തരുന്ന സൂത്രപ്പണികളായതൊക്കെ കേട്ടോ. മുടി വളർച്ചയ്ക്കും അവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, അവരൊക്കെ പഠിക്കുന്നതല്ലേ. ചിലർ പഠിച്ചിട്ടും എന്താ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചിട്ടും അവരൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. അല്ല, ആദ്യമായിട്ടൊന്നല്ല, ഇത്തിരി ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റോസി ചേച്ചി, എന്തായാലും റോസി ചേച്ചി നന്നായിട്ട് തിളച്ച്, റോസി ചേച്ചിയുടെ ചാറ് മൊത്തം ഇന്ന് ഇറക്കിയിട്ടേ ഉള്ളൂ. ഫുൾ ചാറ് ഞാൻ ഇന്ന് ഇറക്കും കേട്ടോ. അപ്പോഴതൊന്ന് നന്നായിട്ട് തിളച്ച് വരും. തിളച്ച് ഇച്ചിരി ഇതാവണ്ടേ കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അപ്പോഴത്തേക്കും ഇതൊക്കെ എടുത്തു കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ തിരികെ അവിടെ തന്നെ കൊണ്ടുവച്ചില്ലെങ്കിൽ ഈ സുപ്രീം ഒരു സമാധാനമില്ല കേട്ടോ. അപ്പോഴിതെല്ലാം തിരികെ കൊണ്ടുവയ്ക്കട്ടെ. നമുക്ക് ഇനി ചെയ്യാമല്ലോ കേട്ടോ. അപ്പോഴും എന്നും ഒന്നും ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴും ആഴ്ചയിൽ ഒന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വ്യത്യാസം. എനിക്ക് താരനൊന്നുമില്ല കേട്ടോ, എൻ്റെ മുടിയിൽ താരനൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മുടി കൊഴിച്ചിൽ മാറും, മുടി വളർച്ചയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കേട്ടോ. താരന ഇവിടെ ആർക്കും ഇല്ല കേട്ടോ. അത് ഈ ഓരോരുത്തരോ എന്താ ഒരു ചീപ്പും കൊണ്ടും തോർത്ത് തന്നെ നമ്മൾ എന്താ നമ്മളിങ്ങനെ ഒരാൾ തോർത്തിയത് തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ താരനൊക്കെ ഉണ്ടാവുന്നത്. എനിക്കറിയാൻ വേണ്ടി ഇവിടെ ആർക്കും താരനില്ല. എന്തായാലും ഇളക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറങ്ങട്ടെ. ചാറ് മൊത്തം ഇന്ന് റോസി ചേച്ചിയുടെ ഞാൻ ഇന്ന് ഇതിനകത്താക്കും കേട്ടോ. നമ്മുടെ ഉലുവായൊക്കെ ഉണ്ടല്ലോ, ഉലുവായൊക്കെ വെന്ത് ഇങ്ങനെ പൊളിച്ചിരിക്കും. അപ്പോഴാണ് ഇത് കറക്റ്റ് ആവുന്നത്. കളർ വ്യത്യാസമൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. വെള്ളത്തിന് എല്ലാം വെന്ത അങ്ങോട്ട് വരട്ടെ. കളർ മാറി തുടങ്ങി കേട്ടോ. അതിൻ്റെ ആ എന്താ ഈ കരിഞ്ജീരകത്തിൻ്റെയും ഉലുവയുടെയും നമ്മുടെ പനിക്കൂർക്കയില തന്നെ. എനിക്കാണെങ്കിൽ ഈ പനിക്കൂർക്കയില അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ വട്ടം നടക്കാൻ പോകണ്ടല്ലോ, ഈ പനിക്കൂർക്കയില പക്ഷെ നല്ലതാട്ടോ. പനിക്കൂർക്കയില ഇങ്ങനെ അങ്ങോട്ട് നേരടിയിട്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഈ തലയുടെ ഉച്ചിയിലൊക്കെ തിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ ഈ മണം. ഞവരയിലെന്നാണ് പറയുന്നത്. പനിക്കൂർക്കയില കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും ഒക്കെ നല്ലതല്ലേ ഇതല്ലേ. ഭയങ്കര ഇഷ്ടം എനിക്കിത്. ഇതും കറിവേപ്പില ഉള്ളായിരുന്നു നമ്മുടെ വീട്ടിലെ ഉണ്ടാവാത്ത. എന്തായാലും എവിടുന്നോ ഒരു മൂട് കൊണ്ടുവന്ന് നട്ട അമ്മ എന്തായാലും കിളിർപ്പിച്ച് തന്നു കേട്ടോ. എനിക്ക് ജനലൊന്ന് തുറന്നിട്ട് ഭയങ്കര ആവി. രാവിലെ ആയതുകൊണ്ട് ജനൽ തുറന്നിട്ട് ഇത്തിരി ചൂട്. ഇന്നലെ ഇവിടെ മഴ പെയ്തു കേട്ടോ. ചെറുതായിട്ട് കുളിച്ചാക്കാൻ വന്നായിരുന്നു. എന്തായാലും കുളിക്കാനൊക്കെ പോവല്ലേ, ഇച്ചിരി ഇരിക്കട്ടെ കേട്ടോ. നല്ല മണമാണ്. നമ്മുടെ കയ്യിൽ തന്നെ എന്തോ ഒരു മണം കേട്ടോ. നല്ല മണമാണ്. 2 2 അത് മതി. ഞങ്ങള് അരി കഴുകി രാവിലെ അല്ലേ വെള്ളം വെച്ച് അരി കഴുകിയിടാൻ പറഞ്ഞത് മോളോട്. 2 കുഞ്ഞ് ഗ്ലാസ്സിനകത്ത് 2 നാഴി അരി മതി. ഇന്ന് നമ്മുടെ പപ്പ ഇവിടെ ഇല്ല, കല്യാണത്തിന് പോയി. എന്താ ചോദിക്കും, നമ്മുടെ പപ്പയാണോ ഈ ചോറെല്ലാം തിന്ന് തീർക്കുന്നതെന്ന്. അതിന് ഭയങ്കര മടിയാണ്. ആഹാരം കഴിക്കുന്നതിനോട് ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണ്. എന്തോ ഉണ്ടാക്കി കൊടുത്താലും ഞങ്ങൾക്ക് വേണ്ട. ഈ സുപ്രുവിൻ്റെ വഴക്കിന് ഇത്തിരി എങ്ങാണം കഴിക്കും കേട്ടോ. 2 ഗ്ലാസ് മതി. ഞങ്ങളുടെ കുഞ്ഞു ഗ്ലാസ് കേട്ടോ. ഞാൻ നാഴിയൊക്കെ മാറ്റി കുഞ്ഞു ഗ്ലാസ് ആക്കിയിട്ട് എന്ന് വെച്ചാൽ ആർക്കും കഴിക്കാൻ വയ്യ. വെറുതെ കളയുന്ന എന്തിനാ.
നമ്മൾ അരിയൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നില്ല, എന്തിനാ കളയുന്നത്? ഇവിടെ റോസ്മേരി ചേച്ചി എന്തായിരുന്നു നോക്കട്ടെ. ആ ഉലുവയുടെ കളറൊക്കെ മാറിയിട്ടോ, വെള്ള കളറായി. നമുക്കിത് അരിച്ചെടുക്കണം. ഒഴിച്ചിട്ട് എൻ്റെ ആ എണ്ണക്കുപ്പിക്കകത്ത് കേട്ടോ, എണ്ണക്കുപ്പിക്കകത്ത് ഒഴിച്ച് നമുക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇത് സ്പ്രേ ചെയ്യുന്നുണ്ടല്ലോ. നേരത്തെ കോവിഡ് സമയത്ത് ഇവിടെ മൊത്തവും അതായിരുന്നില്ല സ്പ്രേ ചെയ്യുന്നത്. ഇപ്പം പിന്നെ അതൊക്കെയോ അതൊന്നും വേണ്ടായേ. ഇനി അത് കാണുമ്പോഴേ പേടിയാട്ടോ. അപ്പോൾ നമ്മുടെ ആ എണ്ണക്കുപ്പിക്കകത്ത് ഒഴിച്ച് ഇങ്ങനെ നമുക്ക് പുരട്ടി കൊടുക്കാം. മുടിയിലൊന്നും വേണ്ട എന്നാണ് ചേച്ചിമാർ പറയുന്നത് കേട്ടോ. സുപ്രുവിൻ്റെ കാർക്കൂന്തൽ നിങ്ങൾ കണ്ടോ? സുപ്രുവിൻ്റെ കാർക്കൂന്തൽ കണ്ടോ? എന്റെ മുടി തേക്കാൻ ഇച്ചിരി മതിയല്ല, നമുക്ക് വെച്ചേക്കാൻ തോന്നുന്നു കേട്ടോ. ചേച്ചിമാരെ അത് പറയുന്നത് ഞാൻ കേട്ടില്ല, വെച്ചേക്കാമെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രിഡ്ജിനകത്തൊക്കെ നാശമാവത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിങ്ങനെ കടിഞ്ചായ തേയിലവെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസമൊക്കെ വെച്ചിരുന്ന് തലയിൽ ഒഴിക്കും കേട്ടോ. അതൊക്കെ കടിഞ്ചായൊക്കെ നല്ലതാണ് കേട്ടോ. അതെല്ലാം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ചാറെല്ലാം വരുത്തി അങ്ങനെ വേണം എല്ലാം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോഴെന്തായാലും 5 മിനിറ്റ് ആയി. നമ്മളിങ്ങനെ കട്ട് ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പോഴെന്തായാലും അത് എന്റെ പൊടി തേക്കാനുള്ള വെള്ളമായെന്ന് തോന്നുന്നു ശരിക്കും കേട്ടോ. അപ്പോഴും ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ തേക്കാം. മുറ്റത്ത് പോയി നമുക്ക് തലയിൽ തേക്കാം കേട്ടോ. കാണത്തില്ലായിരിക്കും ഞാൻ ഇങ്ങനൊക്കെ പിടിച്ചല്ലേ, അതാ എനിക്ക് ശരിക്കും ആവി വന്ന് ക്യാമറയ്ക്കകത്ത് വെള്ളം ഇത് തട്ടുമ്പോഴേ ക്യാമറയും കൂടെ കാണക്കതേ കണ്ടോ. ഇത്രയായി കേട്ടോ. ഞാൻ ഒത്തിരി വെള്ളം വെച്ചതാണല്ലോ. അപ്പോഴേ ഇതൊന്ന് ഞാൻ അരിച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ. അരിച്ചെടുത്തോണ്ട് വന്നിട്ട് കാണിക്കാം. ഉലുവായൊക്കെ ഉലുവ വെള്ള കളറായി. അതാ ഞാൻ പറഞ്ഞ കേട്ടോ, ബന്ധു ഉലുവായൊക്കെ കേട്ടോ. ഓടി കാക്കച്ചി അവള ഇത് കാണിക്കുന്ന പറഞ്ഞ് കുശം പുറത്ത് വന്നതേ. നമ്മുടെ ഇതേ വെള്ളമൊക്കെ റെഡിയായി കണ്ടോ. ഇങ്ങനെ ആഴ്ച കമിഴ്ന്ന് പോകും കേട്ടോ. അപ്പോഴും നമുക്ക് നമ്മുടെ എണ്ണക്കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് നമുക്ക് പെരട്ടാം കേട്ടോ. നമ്മുടെ പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി രാവിലെ. യേശുപ്പച്ചനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ. എന്തൊക്കെയോ ഒരു മണം, എന്തൊക്കെയോ ഒരു മണം പിള്ളേരെ. എന്തോ ഇത് പറയാൻ പറ്റത്തില്ല. കറിവേപ്പില, നമ്മുടെ പിന്നെന്താ ഞാമ്പരയില, ഉലുവ, നമ്മുടെ റോസ്മേരി ചേച്ചിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തുള്ള എന്തൊരു മണമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മണം കേട്ടോ. അപ്പോഴും ഞാൻ നമ്മുടെ കുപ്പിക്കകത്തൊന്ന് ഒഴിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. കുപ്പിക്കകത്ത് ഒഴിച്ചാൽ ഞാൻ ഇങ്ങനെ വെട്ടുമ്പോൾ പകുതിയും പോവും. അപ്പോഴും നമുക്ക് അതാ നല്ലത് കേട്ടോ. എൻ്റെ ട്രിക്ക് അതാണ്. ചേച്ചിമാർക്കെല്ലാം എൻ്റെ കുപ്പി ഇഷ്ടപ്പെട്ടു. അപ്പോഴും കേട്ടോ ദേ ഇങ്ങനെ അങ്ങ് പോവും. അതാകുമ്പോൾ ദേ എൻ്റെ പൊട്ടെല്ലാം പോയി പിള്ളേരെ. അതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. ദേ പോയി. പക്ഷെ നല്ല ചാടിപ്പോവെന്ന് തോന്നുന്നല്ലേ. വെള്ളം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചാടിപ്പോന്നല്ലേ. അല്ലാതെ എന്താ ചെയ്യണം? അല്ലാതെ ആണെങ്കിലും ചാടിപ്പോന്ന് ഞാൻ നോക്കിയിട്ട്. എന്തായാലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തായാലും ഇത്തിരിയൊക്കെ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കണ്ട. ഞാൻ കണ്ണടിച്ച് കാണിക്കുന്നതിന് എൻ്റെ കണ്ണിൽ വെള്ളം വീഴുന്നതിനാണ് പിള്ളേരെ. ആൺകൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി നേരത്തേക്ക് ഒന്ന് സഹിച്ചേ പറ്റത്തുള്ളൂ. വെള്ളമല്ലേ അപ്പോഴത് ഇച്ചിരിയൊക്കെ ചോന്നൊക്കെ പോകും അല്ലേ. അപ്പോഴെന്തായാലും ഞാൻ തിരിച്ച് പരട്ടട്ടെ കേട്ടോ. നന്നായിട്ട് ആറിയതിന് ശേഷം വേണം കേട്ടോ. ഇന്നലെ കഞ്ഞിവെള്ളം തേച്ചപ്പോഴും ഇങ്ങനെ മുഖത്ത് വീണില്ല. അത് ഈ വെള്ളമല്ലേ ഇതൊക്കെ, അതുകൊണ്ട് ശരി ഒരു കുറുക്ക് പരുവത്തിലുള്ളതൊക്കെ ആകുമ്പോൾ പോകത്തില്ല. ഇതൊക്കെ വെള്ളമില്ലേ നമ്മുടെ തലയിൽ അങ്ങനെ നിൽക്കത്തില്ലല്ലേ അല്ലേ. നമുക്ക് പ്രാർത്ഥനയും കേട്ട് നമുക്ക് മുടിയിൽ ഇട്ടിപ്പൊക്കെ ചെയ്യാം കേട്ടോ. ചേച്ചിമാർ പറയുന്നത് ഇത് തേച്ചിട്ട് ഇങ്ങനെ ആക്കണമെന്ന് കേട്ടോ.
നമുക്ക് ബോറടിക്കത്തില്ല. ഞായറാഴ്ച ദിവസമൊക്കെ ഞങ്ങൾക്ക് ഓരോ ഭജനങ്ങൾ കേൾക്കാം, പ്രാർത്ഥനകൾ കേൾക്കാം, പാട്ട് കേൾക്കാം. ഞങ്ങൾക്കിതില്ലെങ്കിലേ ഉള്ളൂ ഞങ്ങൾക്ക് തന്നെ ദേഷ്യം വരുന്നത് കേട്ടോ. ഞാൻ വന്ന നാൾ മുതൽ നമ്മളിത് കേൾക്കുന്നതുകൊണ്ട് നമുക്ക് കേട്ടില്ലെങ്കിൽ ഉറക്കവും വരത്തില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി എത്രത്തോളമേവോ സഹായിച്ചു, എത്രത്തോളമേവോ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി നമ്മുടെ സരസു രാവിലെ കല്ലടിച്ച് പൊട്ടിക്കുന്നു. എനിക്കറിയത്തില്ല, ഒരാഴ്ച പോലും നിൽക്കത്തില്ലെന്നാ തോന്നുന്നത്. നമ്മുടെ അമ്മയുടെ തുണികൾ അത്രയ്ക്കുള്ള അടി കേട്ടോ. അലക്കുകാരും മാറിപ്പോവും. ആ കല്ലടിച്ച് പൊട്ടിച്ചു, വലിയൊരു കല്ല. അത് അടിച്ച് രാവിലെ ഇതല്ലേ പരിപാടി, രാവിലെ ഇതാണ് പരിപാടി കേട്ടോ. ഇതേ മൊത്തത്തിൽ ഞാൻ അങ്ങനെ പെരട്ടി. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ആയെന്നാണ് വിശ്വാസം. പകുതിയേ ഉള്ളൂ. ഒത്തിരിയൊക്കെ എൻ്റെ മുഖത്തും വന്നു. സാരമില്ല, മുഖം ഒന്ന് സുന്ദരി ആവട്ടെ അല്ലേ. താരൻ ഭയങ്കര ശല്യമാണ് ചിലർക്ക് കേട്ടോ. അല്ലെങ്കിൽ പറയുന്നതിൻ്റെ കൂട്ടത്തില്ല, താരൻ ഭയങ്കര ശല്യമാണ്. അയ്യോ, വന്നു കഴിഞ്ഞാൽ പാടാന്നേ, ദുരിതമാന്നേ അല്ലേ. പക്ഷെ ഈ കുപ്പി എനിക്ക് പ്രയോജനപ്പെട്ടു കേട്ടോ. ഓണം വന്നു, തുമ്പി വന്നു, തീർന്നു കേട്ടോ. ഇത് ശബ്ദം കേൾക്കുന്നു. ഇനി നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ. കൊണ്ട് കൈ അഴയ്ക്കുന്നു. ആരാന്നോ പ്രാകുന്നത്. ഓങ്ക്രി കൂട്ടിച്ചാത്ത. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുഖത്തൊന്നും ചെയ്തില്ല, അതും ചെയ്യണം, എന്നിട്ടേ ഞാൻ കുളിക്കുന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് നിങ്ങളെ ഒന്ന് കാണിക്കും കേട്ടോ. മുഖത്ത് ചെയ്തില്ല. മുടി വേണ്ടെന്നാ ചേച്ചിമാർ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തായാലും ഇങ്ങനെ തേക്കുമ്പോൾ എന്തായാലും മുടിയിലൊക്കെ പറ്റുമല്ലോ ചേച്ചിമാർ, ഞങ്ങളോട് ക്ഷമിക്കണേ. മൊത്തത്തിൽ ആയെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. സുപ്പുവിൻ്റെ മുടി എത്ര പ്രാവശ്യം വട്ടം ചുറ്റുന്ന അപ്പോഴും നമ്മുടെ മുടി കിളിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നോക്കിയാണോ, ഇതിപ്പോൾ ഒരു കെട്ടേ ആയുള്ളെന്ന് തോന്നുന്നു. ഇങ്ങനെ വന്നിട്ട് ഒന്നേ ആയുള്ളെന്ന് തോന്നുന്നു. അപ്പോഴും എൻ്റെ മുടി പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഒരു വട്ടമേ ഞാൻ കെട്ടിയുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് എൻ്റെ മുടി ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തൊക്കെ തുടങ്ങി. അപ്പോഴും നമുക്ക് ഇതേ പനങ്കൊല ഇഷ്ടം പോലെ വളർത്തി എല്ലാവരും വായം തുറന്നിരിക്കണം. ആന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം എല്ലാവരും, നമ്മുടെ മുടി കണ്ടു കേട്ടോ. അപ്പോഴേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരാം. ഇനി എൻ്റെ മുഖത്തും കൂടെ പുരട്ടണേ. അതൊന്ന് വേറൊരു സംഭവം. അതും കൂടെ പുരട്ടിയിട്ടേ കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ.